ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ചെറുതേനീച്ചൻ്റെ പെട്ടി. ഈ പെട്ടി രണ്ട് സൈഡിലും ഓരോ ഓട്ട എടുക്കുന്നത് നമ്മൾ കെണിക്കൂട് വെക്കാനുള്ള കണക്കാക്കിയാണ് കൂടുണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ ലെവലിൻ്റെ ചെറിയ 12 സെൻറ്റിമീറ്ററിൻ്റെ 2 പൈപ്പ്. 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൂടുന്നും കൂടെ വെക്കാനുള്ള ഇതായിട്ട് പറഞ്ഞ് ഈ ചെറിയ പൈപ്പ് നമ്മളെ മുൻഭാഗത്ത് കൊടുക്കുന്നതാണ്, വലുത് പുറകുഭാഗത്തും. അതായത് നമ്മളെ പെട്ടിന്ന് തേനീച്ച കൂട്ടിലേക്ക്, ചെറുത് എൻട്രൻസിൽ. ഇതുപോലാണ് നമ്മൾ പെട്ടീൻ്റെ സൈഡിൽ ഈ വലിയ പൈപ്പും കയറ്റി വെക്കുക. മറ്റേ തറ്റത്ത് ഈ ചെറിയ പൈപ്പും വെക്കുക. അതായത് തേനീച്ചയ്ക്ക് പെട്ടെന്ന് വന്ന് കയറാനും വേണ്ടിയുള്ള ഒരാവശ്യത്തിനാണ് ആ സൈഡ് കട്ട് ചെയ്ത്, തറ്റം കട്ട് ചെയ്ത്, ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഇനി നമ്മളിത് കൊണ്ടുപോയി കൂട്ടിൽ വെച്ചാൽ മതി. ഈ ഭാഗം നേരെ ഇപ്പോൾ നിൽക്കുന്ന മാതൃ കോളനിക്കും ഈ ഭാഗം എൻട്രൻസിക്കും. അപ്പം നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസുകൾ ഇനിയും പുറകെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പെട്ടി എവിടെ നിന്ന് വാങ്ങിയെന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉടൻ വരുന്നതാണ്. അപ്പോൾ പെട്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് അതിൽ നമ്പർ കൊടുക്കും, ആ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. രണ്ട് സൈഡിലും നമ്മൾ ചെറിയ ഓട്ട കൊടുത്താണ്. അത് പെട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അവിടെ തന്നെ പറഞ്ഞ് ഓട്ട അടിച്ചതാണ്. ഇത്രയുള്ള പരിപാടി. രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ 2 കൂട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണി ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ്. ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക. അത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള ഒരു മൂടിയും. ഇത് മൂടി നമ്മൾ ഉറപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മുകളിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി. നമുക്കത് എപ്പോഴും ഇടയ്ക്ക് തുറന്നു നോക്കാനുള്ള സാധനമാണ്. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ കൂട് തയ്യാറായി. അപ്പോൾ ഇതാണ് നമ്മളെ മാതൃ കോളനി. ഈ കൂട്ടിൽ നിന്നാണ്, അതായത് കൂട് പൊളിക്കാതെ തന്നെ നമുക്ക് തേനീച്ചന ഈ കൂട്ടിലേക്ക് ആക്കുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് മാതൃ കോളനീൻ്റെ ആ എൻട്രൻസ് ഭാഗം നമ്മൾ മെല്ലെ അടർത്തിയെടുക്കുകയാണ് വേണ്ടി. ഇതാണ് അടർത്തിയെടുത്ത ഭാഗം, പൊട്ടിപ്പോവാതെ ഇത് അടർത്തിയെടുക്കുക. ഇത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. ഈച്ച പെട്ടെന്ന് കയറാൻ വേണ്ടി നമുക്കിത് ആ ചെറിയ പൈപ്പിൻ്റെ തറ്റത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം, അതവിടെ ഇരിക്കട്ടെ. അത് ഇനി നമുക്ക് ഉപകാരമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ബോക്സിൻ്റെ ഒരു പൈപ്പിൻ്റെ ഒരു തറ്റം മാതൃ കോളനിക്കും കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഇതൊരു ആണി അടിച്ച് തൂക്കിയിടാം. ബോക്സ് ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ വെച്ചത്. അതായത് ബോക്സ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളെ ഈ ഷീറ്റ് നേരെ മുകളിൽ വെച്ച് അതിന് മുകളിലേക്ക് നമ്മൾ ഈ മൂടി ഇങ്ങനെ കമത്തി വെച്ച് എന്നിട്ട് നേരെ വെക്കുക ചെയ്തത്. അതായത് ഒരു ട്യൂബ് എടുത്ത് മാതൃ കോളനീൻ്റെ എൻട്രൻസിലേക്ക് വെച്ച് കൊടുത്ത് ആ കൂടി തൊട്ടടുത്ത് തന്നെ കെട്ടി വെച്ച് കൊടുത്ത്. ഇതിങ്ങനെ നേരെ കെട്ടി വെച്ച് കൊടുക്കാൻ കാരണം ഈച്ചകൾക്ക് പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങുകയും ചെയ്യാനുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയാണ്. അതായത് അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ മാതൃ കോളനീൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെയാണ് ഇത് നമ്മളെ കെണിക്കൂടിൻ്റെ എൻട്രൻസ്. ഇവിടെയാണ് നമ്മൾ ആ മാതൃ കോളനി നടത്തി മാറ്റിയ ആ എൻട്രൻസിൻ്റെ ആ റൗണ്ടിലുള്ള ഭാഗം വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഭാഗം ഇത് നമ്മൾ മാറ്റി വെച്ചപ്പോൾ തന്നെ ഇതിലേക്ക് എൻട്രൻസ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഈച്ചകൾ, പുറത്ത് പോയ ഈച്ചകൾ വന്ന് കയറി നോക്കുന്നുണ്ട്. ഈ സാധനം ഇതേപോലെ നമ്മൾ പൈപ്പ് ഒരു സൈഡിൽ മെല്ലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ അറ്റം പെട്ടീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ ഈച്ചകൾക്ക് പെട്ടെന്ന് തന്നെ അവരെ എൻട്രൻസ് കണ്ടെത്തി പെട്ടെന്ന് തന്നെ കയറുകയും ചെയ്യും. അപ്പോൾ മാതൃ കോളനീൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പൈപ്പിൻ്റെ ഒരു തറ്റം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ കൂടെ ഏതെങ്കിലും ചെറിയ ഓട്ട ഉണ്ടെങ്കിൽ ആ ഓട്ട എന്തെങ്കിലും വെച്ചിങ്ങനെ അടച്ചു കൊടുക്കുക. നമ്മളിവിടെ ചെറിയൊരു കല്ലിൻ്റെ പൊടി എടുത്തിട്ടാണ് അത് അടച്ചു കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഈച്ചകളൊക്കെ അതേ വഴി തന്നെ ഉള്ളിലേക്ക് കയറി നമ്മൾ വെച്ച ആ പൈപ്പ് കെണിക്കൂടിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് നമ്മളെ പൈപ്പിൻ്റെ ഓട്ടം മാത്രം, ആ ഓട്ടയിൽ കൂടി മാത്രമേ ഈച്ചകൾ പുറത്തേക്കും ഉള്ളിലേക്കും പോകാവൂ. ആ രീതിയിലാക്കിയെടുക്കണം. ഒന്നാമത്തെ കാര്യം ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ഈച്ചകൾ സുഖമായിട്ട് അതിൽ മാത്രം നമ്മളെ കൂടിലേക്ക് വന്ന് കയറി ഉള്ളിലേക്ക് പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിതിൻ്റെ ചുറ്റുമുള്ള ചെറുതായിട്ടും തട്ടി കൊടുത്താൽ ഉള്ളിൽ കടിക്കുന്നത്, അതായത് നമ്മൾ ആ കൂടിന് എന്ത് പറ്റിയാലും പെട്ടെന്ന് തന്നെ പുറത്ത് വന്ന് ആക്രമിക്കുന്ന കുറേ കടിക്കുന്ന ഈച്ചകളുണ്ട്. ആ ഈച്ചകൾ ഈ കൂടിൻ്റെ സൈഡിൽ മെല്ലെ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമിക്കാൻ വേണ്ടി നേരെ പുറത്തേക്ക് ചാടി വരും. അതിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ചാടി വരുന്നത് നിങ്ങൾ പൈപ്പ് കൂടി കാണാം. പൈപ്പിനുള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈച്ചകൾ ഇങ്ങനെ വരിയായിട്ട് ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കാൻ നിൽക്കും. അപ്പോൾ ഈ ഈച്ചകൾ പുറത്ത് കൂട്ടുന്ന മാതൃ കോളനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈച്ചകൾ നേരെ വന്നിട്ട് നമ്മളെ ബോക്സിൽ കയറിയും ആ ബോക്സിൻ്റെ എൻട്രൻസ് വഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ആ ഈച്ചകൾ മൊത്തം തിരിച്ച് കയറുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ പുറത്തു കൂടെ കറങ്ങി ഇറങ്ങുന്ന ഒരുപാട് ഈച്ചകളുണ്ട്. ആ ഈച്ചകളെല്ലാം തന്നെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് മാക്സിമം, ഇത് ശക്തമായ ഒരു മാതൃ കോളനിയാണ്. ഈ കോളനികളിലെ പടയാളികളായിട്ടുള്ള ഒരുവിധം ഈച്ചകളെ മൊത്തം ഇതിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത് കൊടുത്ത എൻട്രൻസ്. ഈ എൻട്രൻസ് വഴി ഇതാ ഇഷ്ടംപോലെ ഈച്ചകളെല്ലാം ഇതാ ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ മാതൃ കോളനി നടത്തി മാറ്റിയ എൻട്രൻസ് ഇതിൻ്റെ മുൻഭാഗത്ത് വെച്ച് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് കൂട് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പുറത്തു പോയ പടയാളികൾ, അതായത് നമ്മളെ കുത്താൻ വരുന്ന ഈച്ചകൾ മൊത്തം പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ആ എൻട്രൻസ് വഴി തിരിച്ച് കയറുമ്പോൾ പുറത്ത് പൂവും പൂമ്പൊടിയൊക്കെ എടുക്കാൻ പോയ ഈച്ചകളും അതേ വഴി തന്നെ തിരിച്ച് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയറി ഇതാ നേരെ മാതൃ കോളനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇത് പുതിയതായിട്ട് വെച്ചതുകൊണ്ട് പുറത്തു കൂടെ ഉറുമ്പിൻ്റെ ശല്യമോ അങ്ങനെ പാറ്റകളോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ചുറ്റും കുറച്ചൊക്കെ വെച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കോളനി സക്സസ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും കാണും.